വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഈ എങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണല്ലോ. ഈ 2019 തെരഞ്ഞെടുപ്പില് നമ്മള് കേരളത്തില് LDF കനത്ത തിരിച്ചടിയിൽ അന്ന് നല്ല രീതിയിൽ UDF ജയിച്ചു വന്നു. എന്തുകൊണ്ടാണ്? ആ ഭാഗമാണ് ഞാൻ പറയുന്നത്. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ആദ്യം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകണം എന്നൊരു പ്രചരണം ആകെ വെച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇതേ കോൺഗ്രസ്സുകാർ മറ്റൊരു പ്രചരണം വെച്ചു. ഇന്ത്യയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ല, കേവലം ഭൂരിപക്ഷം കിട്ടാനിടയില്ല. അപ്പോൾ കൂടുതൽ അംഗബലമുള്ള പാർട്ടിയെയാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ വിളിക്കുക. കോൺഗ്രസിന് അംഗബലം കൂടുതലില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കില്ല. കേരളത്തില് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകുന്നതിന് വേണ്ടി എല്ലായിടവും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും. ഇതാണ് കോൺഗ്രസ് അഴിച്ചുവിട്ട പദ്ധതി. ഞാൻ ഉപയോഗിച്ച വാക്കിന് ഇതാണ്, നമ്മള് മലയാളികൾ ശുദ്ധാത്മാക്കള് അത് ശരിയാണല്ലോ എന്ന് കരുതി. LDF പ്രത്യേക വിരോധമൊന്നുമില്ല. പക്ഷെ LDF കോൺഗ്രസും എല്ലാം UDF എല്ലാം BJPക്ക് എതിരാണ്. ഇപ്പൊ ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കുന്നതല്ലേ നല്ലത് എന്ന് ജനങ്ങൾ കരുതി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ LDF കനത്ത പരാജയം എത്തിച്ചു, UDF വലിയ വിജയം സമ്മാനിച്ചു. ആ സമ്മാനിച്ച വിജയത്തിന്റെ ഭാഗമായി 5 വർഷത്തെ അനുഭവം എന്താണ്? ഈ വോട്ട് ചെയ്തവര് ഈ 5 വർഷക്കാലത്തെ പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നത് ആ വിവിധ ഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ വല്ലാത്ത വേദനയോടെയല്ലേ നോക്കിക്കണ്ടത്, വല്ലാത്ത നീറ്റലല്ലേ മനസ്സിലുണ്ടായത്. ആ ഉദാഹരണങ്ങൾ പറയുക. ഇതെങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കാൻ? എന്നിട്ട് അതിന്റെ ഭാഗമായി കേരളത്തില് ഇനി ഇത്തരം ആളുകൾ ജയിച്ചു പോകാൻ പാടില്ല, കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുടങ്ങാതായിപ്പോയി. അതാണ് ഇതിന്റെ ഭാഗമായി സംഭവിച്ചത്. വളരെ നേർത്തതായിപ്പോയി. അതിന്റെ തിരുത്ത് വേണമെന്ന് ജനങ്ങൾ തന്നെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ എങ്ങനെ ഭംഗിയായി വളച്ചൊടിക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി വന്നിട്ട്.